അങ്ങോട്ട് പോയി. എന്താ ലച്ചു? എന്താ? ഒന്നുമില്ല. എന്താ കാര്യം പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല അമ്മൂമ്മ. ശിവാനി എന്തേ വെച്ചേ? ശിവാനി ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ടാവുമല്ലോ. പോരാ നോക്കട്ടെ. ശിവു, ഞാൻ ചോദിച്ചിട്ടൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ. ഇനിയാളൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ഇല്ല. എന്നാ ഞാൻ ഇങ്ങോട്ട് വെക്ക്. എന്നാ ഞാൻ ചോദിക്കാം. ചോദിക്ക്. എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം. എന്നെ ഇഷ്ടമല്ലേ? എനിക്കങ്ങനെ ആരോടും ഇഷ്ടക്കേടൊന്നും ഇല്ല. അപ്പൊ എന്നെ ഇഷ്ടമാണോ? ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കറക്റ്റ് ആയിട്ട് പറ, എന്നെ ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പൊക്കോളാം. അത് പറഞ്ഞാ പോരെ? ദൈവമേ, ഇത് തന്നെ ചേച്ചി പറഞ്ഞു. ചേച്ചി പറഞ്ഞു വണ്ടി എടുത്തിട്ട് പോണം നോക്കിക്കൊണ്ട്. പോട്ടെ, ബൈ, കാണാമേ. ഒന്ന് വേഗം പോ. നീ ഇവിടെ വന്ന് നിൽക്കുവായിരുന്നോ? ഷിബു എന്താ പറഞ്ഞു? ഷിബു വിളിച്ചിട്ട് നീ ഇവിടെ വന്നേ? വീട്ടിൽ വെച്ച് കോൾ വന്നത് ഷിബുവിന്റെ ആയിരുന്നോ? അല്ലല്ല, ആണ്. ഷിബു എന്താ പറഞ്ഞേ? ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞോളാം. ഷിബു എന്താ പറഞ്ഞേ? പറയാം. വടി ചേച്ചി, പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ മുഖം പുള്ളിയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞോ ശിവ, ഇല്ലെങ്കിൽ നീ മേടിക്കും. ഞാൻ എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, നീ എന്തിനാ കൊച്ചു അങ്ങനെയൊക്കെ പറയാൻ പോയത്? പിന്നെ അല്ലാണ്ട് എനിക്ക് പുള്ളിയോട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ ശിവ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ചെറുക്കൻ വല്ല ഹോപ്പൊക്കെ വെക്കില്ലേ? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പുള്ളി ഒരു പാവമാണ്. എനിക്കെന്തോ പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമാണെന്നൊന്നും പറയാൻ തോന്നിയില്ല. എന്നാ പിന്നെ അയാൾക്കൊരു ജീവിതം കൊടുക്ക്. തോന്നിയ ദിവസം വിളിച്ച് പറയരുത് കേട്ടല്ലോ. അപ്പൊ തോന്നിയ ദിവസം കാണിക്കാം. ഞാൻ പറയുന്നതിലാണ് പ്രശ്നം. എന്താ ചേച്ചി, പുള്ളി പറയുവാണ് ഞാനെങ്ങനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പുള്ളി ഇവിടുത്തെ കടയും സാധനങ്ങളൊക്കെ വിട്ടിട്ട് വല്ലയിടത്തേക്ക് ഇറങ്ങി പോവും, ആരുടെ കണ്ടിട്ട് നിന്നൊക്കെ മാറി പോവുന്ന്. പോട്ടെ, അതിനിപ്പോ നിനക്കെന്താ? അയാൾ വേറെ നാട്ടിൽ പോയാൽ അയാൾ ജീവിക്കില്ല, പിന്നെന്താ പ്രശ്നം? ചേച്ചി, അയാൾ നമ്മൾ കാരണം സ്വഭാവമൊക്കെ നന്നായി വന്നൊരു മനുഷ്യനാണ്. ഇനി വീണ്ടും ഞാൻ കാരണം പുള്ളി ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് താല്പര്യമില്ല. അതാ പറഞ്ഞ, എന്നാ പിന്നെ ഒരു ജീവിതം കൊടുക്കാൻ. അതെനിക്ക് പറ്റത്തില്ല. എന്റെ വായിലിരിക്കണ കേക്കരുത് കേട്ടാ. സത്യം പറ ശിവ, എന്താ നിന്റെ മനസ്സില്? ദൈവമേ, അമ്മമ്മ എന്തോ ടൈമിങ്. നീ എന്തോ ഫോൺ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ? ഇവളെന്താ ഇവിടെ? കാറ്റ് കൊള്ളാൻ. അമ്മൂമ്മ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തോ പറ. ഇനി ഞാനത് പറയാതിരുന്നാലേ ശരിയാവൂല ശിവ. ഷിബു റോക്സ് ഇല്ലേ? കെമിക്കൽ ഷിബു. അമ്മൂമ്മ, പുള്ളിക്ക് ഒരു പേരുണ്ട്, ഷിബു റോക്സ്. അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും കെമിക്കൽ എന്നുള്ള വാലിന്റെ ആവശ്യമുള്ള പേരും വിളിച്ചാ പോരെ, ഷിബു റോക്സ്. ആ പയ്യനില്ലേ, ആ പയ്യന് ഇവളെ ഇഷ്ടാ. ഷിബുവിന് ഇവളെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവളെന്താ പറഞ്ഞു? അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന്. എനിക്ക് ആരോടും ഇഷ്ടക്കേടില്ലല്ലോ. അമ്മമ്മ, അത് അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? അമ്മമ്മ, അത് അമ്മമ്മ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഓഹോ, അപ്പൊ ഇതാണ് നീ എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത്. ഇതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് നോക്കടി. ഇതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ ഈ ആഗ്രഹം നടക്കുമെന്ന് നീ വിചാരിക്കേ വേണ്ട. ഇനി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, നീ അനുസരിക്കും. ഞാൻ ആ ബാലിനെ അങ്ങ് വിളിക്കാൻ പോവാ. നേരത്തെ പറഞ്ഞു വെച്ച ആലോചന ഉണ്ടല്ലോ, അത് ഇപ്പൊ ഞാൻ അങ്ങ് ഉറപ്പിച്ചു. അമ്മമ്മ, ഇവിടെ വിളിച്ചോണ്ട് അങ്ങോട്ട് വാടി.